ഇതെല്ലാവരും കയ്യിലൊന്ന് വാങ്ങിച്ചു വയ്ക്കുക. കാരണം ഈ സ്റ്റിക്ക് ഫൗണ്ടേഷൻ ഒന്നും ബ്ലെൻഡിങ് ആവില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു ക്രീമി ബേസിലുള്ള ഒരു ഫൗണ്ടേഷനും ഒരു ലിക്വിഡ് ബേസിലുള്ള ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം ബ്ലെൻഡർ ഉപയോഗിക്കും, നല്ല രീതിയിൽ മിക്സ് ആയിരിക്കും. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഫേസിലേക്ക് എടുക്കാം. ഐജെല്ല് പിന്നെ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് അറിയാലോ, പറഞ്ഞു തരണ്ടല്ലോ. കണ്ണിന് ലാഷസ് വെച്ചതിന് ശേഷമാണ് വരയ്ക്കുന്നത്. ലാഷസ് വെക്കുന്നതിന് മുൻപ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീതി, ആ ഒരു ഭാഗം പോയി കിട്ടും. അപ്പം അതുകൊണ്ട് ലാഷസ് വെച്ചതിന് ശേഷം വരയ്ക്കും. ഓക്കെ, മസ്കാര നിർബന്ധമൊന്നുമില്ല. കാരണം ഇനിയിപ്പോൾ അങ്ങനെ വേറിട്ട് നിൽക്കുന്നുണ്ട്. ഫേക്ക് ലാഷസും ഒറിജിനൽ ലാഷസും വേറിട്ടാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാം. അല്ലെങ്കിൽ ട്രാൻസ്ഫർ മസ്കാര കൊണ്ടൊന്നും കോപ്പിക്കാനും മതി. ഓക്കെ, ഇനി ഫേസിലേക്ക് കിടക്കാം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രൈഡ് നല്ല ഫെയർ ആയിട്ടുള്ളൊരു കൊച്ചാണ് അല്ലേ. അപ്പോൾ ആ കൊച്ചിന് കണ്ണിന് ചുറ്റോടുള്ള ഡാർക്ക് എല്ലാം ഹൈഡ് ചെയ്ത് ഇപ്പോൾ ഐ വർക്ക് ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ വാട്ടർ ലൈനിൻ്റെ താഴെ മാത്രം ആ ഉള്ളത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ക്ലിയർ ചെയ്തു. ഇനി ഫേസിൽ ഈ ലിപ്പിന് ചുറ്റും ലൈറ്റ് ആയിട്ടൊരു ഷെയ്ഡ് ഉണ്ടെങ്കിൽ അതൊക്കെ കവർ ചെയ്യാം. അതെങ്ങനെ കവർ ചെയ്യേണ്ടത്? ലൈറ്റ് ഷെയ്ഡ്സ് ആണെങ്കിൽ എന്താണ്, യെല്ലോ കൊണ്ട് കവർ ചെയ്യാം. യെല്ലോ കൊണ്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം അവിടെയൊന്നും പൗഡറിൻ്റെ ആവശ്യം വരുന്നില്ല. കണ്ണിന് താഴെയും പൗഡറിൻ്റെ ആവശ്യം വരുന്നുണ്ട്, കണ്ണിന് മുകളിലും പൗഡറിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഏരിയകളിലൊന്നും പൗഡറിൻ്റെ ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ ഇവിടെ പൗഡർ ഇടുന്നു, ഇവിടെ പൗഡർ ഇടുന്നില്ല? കാരണം കൂടുതൽ ലൈൻസ് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ എവിടെയാണ്? കണ്ണിന് താഴെ, കണ്ണിന് മുകളിലേക്കാണ്. ഇവിടെയൊക്കെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്, വലിയ പ്രശ്നമില്ല അല്ലേ. ഈ രണ്ട് ഭാഗം മാത്രമേ നമുക്ക് അത് സ്മൈൽ ചെയ്താൽ മാത്രമേ അങ്ങനത്തെ പ്രശ്നം വരുള്ളൂ. അപ്പം ഞാൻ ഇടാറുള്ളത് കൺസീലർ ചെയ്യുമ്പോഴാണ് ഇവിടെ പൗഡർ കൊണ്ട് നല്ല ഫിക്സ് ചെയ്യും. അപ്പം പിന്നെ അവിടെ ലൈൻസും വരും. ഓക്കെ, ഇനി ഫേസിലേക്ക് കടന്നു. ഫേസിൽ യെല്ലോ കറക്റ്റർ കൊണ്ട് കവർ ചെയ്തു. ഫേസ് എവിടെയൊക്കെയാണോ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം. ഓക്കെ, യെല്ലോ കറക്റ്റർ യെല്ലോ D302 പറഞ്ഞിരുന്നല്ലോ മുന്നേ 3 ഷെയ്ഡ്സ്, സോറി D34. ഏത് ഷെയ്ഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ലൈക്ക് അതനുസരിച്ച് ഇപ്പോൾ അതിൽ കുറച്ച് അല്പം ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു ഓറഞ്ച് കറക്റ്റ് ഇട്ട് കവർ ചെയ്താൽ എല്ലാം നമ്മുടെ ഡെർമിൽ വൈറ്റ് ഷെയ്ഡ് ഓറഞ്ച് പോലെ തന്നെ തോന്നും, പക്ഷെ അതിടുമ്പോൾ യെല്ലോ ആണ്. ക്രൈലോണ്ട് പക്ഷെ ക്രൈലോണ്ട് കുറച്ച് ഓയിലി ടൈപ്പ്. ക്രൈലോണിനെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ഞാൻ യൂസ് ചെയ്യുന്നത് അധികം ഡെർമയാണ്. പക്ഷെ ക്രൈലോൺ നല്ലത് തന്നെയാണ്. ഓക്കെ, ഇനി ഫേസിൽ നമ്മളൊരു ബേസ് ഇടണം. ബേസ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ, ബേസ് ഫൗണ്ടേഷൻ. കാരണം ഞാൻ എപ്പോഴും ഒരു ലിക്വിഡ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഒരു സ്റ്റിക്ക് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ മാറ്റ് ഫൗണ്ടേഷൻ ആദ്യം യൂസ് ചെയ്യും. കാരണം ഒന്നുകൂടെ ആ ബ്രൈറ്റ് ആയിട്ട് ഫേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ കറക്റ്റ് യൂസ് ചെയ്തു ഡയറക്റ്റ് ഒരു ലിക്വിഡ് ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ലാസ്റ്റിംഗ് കിട്ടും. നമ്മളൊരു ബ്രൈഡിന് ചെയ്യുമ്പോൾ ലാസ്റ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒരു ബേസ് ആയിട്ടൊരു ഫൗണ്ടേഷൻ കൊടുത്തു. അതിന് മുകളിൽ അതേ ടോണ് തന്നെയാണ് ഇടുമ്പോൾ നല്ല കുറച്ചുകൂടെ ടൈമിങ് കൂടുതൽ കിട്ടും. നമുക്ക് ഇത്രത്തോളം മേക്കപ്പ് പോവാതെ തന്നെ ഇത്രത്തോളം ലാസ്റ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതങ്ങനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന കൊച്ചിന് D4 കൊണ്ട് ഫേസ് ഫുൾ കവർ ചെയ്യണം. D4 വെരി ഫെയർ ആയിട്ടുള്ള ഫൗണ്ടേഷനാണ് D4. യെല്ലോ ഇട്ടു, അതിന് മുകളിൽ D4 കൊണ്ട് കവർ ചെയ്യുന്നു, ഫേസ് ഫുൾ കവർ ചെയ്യുന്നു. ഇങ്ങനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. D4 ഇട്ടു. ഇനി അതൊന്നും ഒരല്പം ഫെയർ, ഒരു പിങ്കിഷ് ഫെയർ ആണെന്നുണ്ടെങ്കിൽ D4 ഹാഫ് ഇടുന്നു. അതല്ല മീഡിയം ഫെയർ ആണെന്നുണ്ടെങ്കിൽ D5 ഇടുന്നു. ഏതാണെങ്കിലും ഏത് ഫൗണ്ടേഷൻ ആണെങ്കിലും ചേരുന്നത് അനുസരിച്ചിട്ട്, മീൻസ് അവരുടെ സ്കിന്നിന് ചേരുന്ന അനുസരിച്ചിട്ട്, ഒരു മീഡിയം സ്കിൻ ആണെങ്കിൽ നമുക്ക് DFD ഇടുന്നു, ഡാർക്ക് ആണെങ്കിൽ DJ3 ഇടുന്നു. അങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. ഏതാണെങ്കിലും അതിനുമായിട്ട് മാച്ച് ചെയ്യുന്നത് ഡെർമയിൽ നിന്ന് ഒരു ബേസ് ആദ്യം ഇട്ട് കൊടുക്കുക. ഇപ്പൊ ഈ ഫെയറിന്റെ മാറ്റമാണ് D4 വെരി ഫെയർ. D4 ഹാഫ് ഒരു പിങ്കിഷ് ഫെയർ. D4 ഒരു പിങ്കിഷ് ഫെയർ, D4 ഹാഫ്. നമ്മൾ അതിനകത്ത് എടുക്കുമ്പോഴേ അതിന്റെ താഴെ നോക്കുക. ഓപ്പൺ താഴെയാണ് അതിന്റെ നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ മാറിപ്പോയാൽ അടിയിലുണ്ട് കേട്ടോ, അത് ശ്രദ്ധിച്ചാൽ മതി. D5 മീഡിയം സ്കിന്നിന് DFD, മീഡിയം ഫെയർ D5, മീഡിയം അതിന് DFD.
ഡാർക്കിൽ DJ2 ഉണ്ട്, DJ3 ഉണ്ട്. വെരി ഡാർക്ക് ആണെങ്കിൽ DJ3 എടുക്കാം, അല്ലെങ്കിൽ മീഡിയത്തിന് താഴെ DFD. DFD മീഡിയത്തിന് താഴെ ഇച്ചിരി ഡാർക്കല്ലേ ഉദ്ദേശിക്കുന്നതാണ്. ആ മീഡിയം ഫെയറിന്റെ താഴെ. മീഡിയം ഫെയർ ആണല്ലോ DFD എഴുതിയത്, D5 എഴുതിയത്. മീഡിയത്തിന് താഴെ DFD, പിന്നെ അത് DJ2 ഡാർക്കിലേക്ക് കിടക്കുന്ന DJ2 DJ3 കേട്ടോ. പാലറ്റിൽ നമുക്ക് എല്ലാ ഷെയ്ഡ്സും കിട്ടും, ഈ പറയുന്ന ഷെയ്ഡ്സ് ഒക്കെ. ഡാർക്ക് DJ2 DJ3. വെരി ഡാർക്ക് വെരി ഡാർക്ക് DJ3. അപ്പൊ ഇതുകൊണ്ട് ആദ്യം ഫേസ് ഒന്ന് കവർ ചെയ്യണം. അപ്പൊ ഞാൻ D4 കൊണ്ട് ഫൗണ്ടേഷൻ അല്ലേ? എല്ലാം ഫൗണ്ടേഷൻ. D4 കൊണ്ട് ഞാൻ ഫേസ് ഫുൾ കവർ ചെയ്തതിന് ശേഷമാണ് ആ കുട്ടിക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഫൗണ്ടേഷൻ സെലക്ട് ചെയ്തത്. D4 കറക്റ്റ് ആണ്. ഇനി ഫൈനൽ ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും, ഇപ്പോൾ കളർ ബാർ ആണെങ്കിലും പിന്നെ PAC ആണെങ്കിലും മാക് ആണെങ്കിലും ഏതാണെങ്കിലും അതിന് പറ്റുന്ന ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുക. ട്രിമ്മർ ലിക്വിഡ് ഫൗണ്ടേഷൻ അതിന് മുകളിൽ ഇട്ട് കൊടുക്കുക. ബേസ് ഇട്ടതിന് ശേഷം അതിന് മുകളിൽ ഏത് ഫൗണ്ടേഷൻ ആണ്, ഇപ്പോൾ സിറ്റൂക്കിൽ വരുന്നുണ്ട്, കളർ ബാറിൽ വരുന്നുണ്ട്, യൂറോപ്പ് ഗേൾ വരുന്നുണ്ട്. യൂറോപ്പ് ഗേൾ വേണ്ട, അത് കുറച്ചുകൂടെ കുറവ്, മീൻസ് ഒരു ഡാർക്കിഷിലേക്ക് വരുന്നുണ്ട്. പിന്നെ എല്ലാ ഗേളിൽ വരുന്നുണ്ട് ഫൗണ്ടേഷൻ, നല്ലതാണ്. ഇതെല്ലാത്തിനും വ്യക്തമാക്കിയാണ്. മാക്കിന് ഒറിജിനൽ കിട്ടാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് നോക്കുക. പിന്നെ ഇവിടെ ലുലുവിലുണ്ട്, ലുലുവിൽ മാക്കിൻ്റെ ഷോറൂമിൽ, ബാംഗ്ലൂരിൽ ഗരുഡാമാളിലും ഉണ്ട്, എറണാകുളത്ത്. പക്ഷെ ഇവിടെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ സെക്കൻഡ്സിനും കയറ്റി വിടുന്നുണ്ട്. അതാണ് പ്രശ്നം, ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാം, മാക്കിന്റെ ഫൗണ്ടേഷൻ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അത് സ്മെല്ല് ചെയ്ത് കാരണം എനിക്കറിയില്ല കേട്ടോ, മറ്റു ഷോപ്പുകളിൽ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് കയറി പോകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു അറിയപ്പെടുന്ന ഒരു ഷോപ്പ് തന്നെയാണ്. അവിടെ നിന്ന് വാങ്ങിച്ചിട്ടത് നല്ല റേറ്റും ഈടാക്കിയിട്ടുണ്ട്. പക്ഷെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഒരിക്കലും ഒറിജിനൽ സ്മെല്ല് നല്ലൊരു ശരിക്കും ഒരു ആൽക്കഹോളിൻ്റെയൊക്കെ സ്മെല്ലാണ് വരുന്നത്. ഒറിജിനൽ നമ്മുടെ തലേദിവസം കഞ്ഞിൻ്റെ വെള്ളം കുളിച്ച് കഴിഞ്ഞൊരു സ്മെല്ല് വരില്ല, അങ്ങനെയൊക്കെ സ്മെല്ലാണ് ഒറിജിനൽ വരിക. അതൊരു ഇത് ഭയങ്കര നല്ലൊരു മണമൊന്നും അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല. അത് ഡ്യൂപ്ലിക്കേറ്റ് സ്മെല്ലൊന്നും വരാറില്ല അതിൽ. പക്ഷേ വന്നിരിക്കുന്ന പെർഫ്യൂം സ്മെല്ലാണ്. പക്ഷെ ബ്ലെൻഡിങ് ഒക്കെ വരുമ്പോൾ ഒരു നമുക്കറിയാം അത് കവറേജ് കിട്ടാതെ പോകുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പം അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മിക്സ് ചെയ്ത് വരുന്നുണ്ടോ എന്നൊരു സംശയം. ഒറിജിനലിൻ്റെ കൂടെ തന്നെ ഇവർ അറിയാത്തത് കൊണ്ട് ഇതിലൂടെ മിക്സ് ചെയ്ത് ഒരിക്കലും നമുക്ക് ആ ഡിഫറൻസ് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ഇതേപോലെ തന്നെ ബാക്കിൽ ഓപ്പൺ ചെയ്ത് 24 months എല്ലാം കറക്റ്റ് ആയിരിക്കും. ബാർകോഡ് പോലും നമുക്ക് അറിയില്ലല്ലോ, നമുക്ക് സാധാരണ നമുക്ക് സ്മെല് ചെയ്യാനും പറ്റില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ബാംഗ്ലൂർ. പിന്നെ നമുക്ക് ഈ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ തിരിച്ചെടുക്കില്ല, അവിടെയും പോകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് അത്രയും വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ മാത്രം ഇന്നതെന്ന് പറയല്ല. പിന്നെ ഞാൻ മാക്കിന് ഞാൻ അധികം പുറത്തുനിന്ന് വരുന്നവരോട് കൊണ്ടുവരാൻ 2700 വരുന്നുണ്ട്, 2700 3000-നുള്ളിൽ വരുന്നുണ്ട്. പിന്നെ സിനിമ സീക്രട്ട് ഏറ്റവും നമ്പർ 1 പ്രോഡക്റ്റാണ്. അത് വെക്കണം. ഞാനിപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിലും ഇപ്പം ഞാൻ ആദ്യം ഡെർമ കൊണ്ട് ബേസ് കൊടുത്തു. അതിന് മുകളിൽ സിനിമ സീക്രട്ടിൻ്റെ ഫൗണ്ടേഷൻ നല്ല ഗ്ലോ ആയിട്ട് നല്ല ഫിനിഷിങ്. ഇവിടെ കിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഇവിടെ കിട്ടും. സിനിമ സീക്രട്ട് ഒറിജിനലേ കിട്ടും. ലുലുവില് അതിൻ്റെ പാലറ്റ് 300 സീരീസ് എന്ന് പറയുന്നതാണ് നമ്പർ. 300 സീരീസ് നമ്പർ പാലറ്റ്. ആ പാലറ്റിൽ 5 ഷെയ്ഡ്സ് വരുന്നുണ്ട്. അതിൽ 4 ഷെയ്ഡ്സ് നമുക്ക് യൂസ്ഫുൾ ആണ്, ഒരു ഷെയ്ഡ്സ് ഉപകാരപ്പെടുന്നില്ല ഏകദേശം. പിന്നെ അത് കഴിഞ്ഞിട്ട് 206 ഒന്ന് വാങ്ങിക്കുക, ഒരു ഡാർക്ക് 206 അത് സെപ്പറേറ്റ്. അതിന് 1800 വരും സെപ്പറേറ്റ് ഒന്ന് വാങ്ങിക്കാനായിട്ട്. ഈ ഒരു പാലറ്റ് 4000 രൂപയാണ്. പക്ഷെ അത് നല്ല ഗുണമാണ് കേട്ടോ. നമുക്കത് ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഏകദേശം ബ്രൈറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഫെയർ സ്കിന്നൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. ഡാർക്കിനെ ഞാൻ 206 കവർ ചെയ്യും. DJ2 ആദ്യം ഇടും, അതിന് മുകളിൽ 206 നല്ല ഫിനിഷിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫൗണ്ടേഷൻ വേണമെങ്കിലും വാങ്ങിക്കാം, പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇനി കോണ്ടൂറിങ്.
ജസ്റ്റ് ഫൗണ്ടേഷൻ ഫേസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം നമ്മൾ ബേസ് കൊടുത്തു, ബേസ് കൊടുത്തതിന് മുകളിൽ ഫൗണ്ടേഷൻ ഇട്ടു, ബേസിൽ കവർ ചെയ്തു. ഇനി അതിന്റെ മുകളിൽ ഇപ്പോൾ ഈ ലിക്വിഡ് ഫൗണ്ടേഷൻ ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ, നമ്മൾ പറഞ്ഞല്ലോ അതിൽ ഏതെങ്കിലും ഒരു ഫൗണ്ടേഷൻ ആ കുട്ടിക്ക് ചേരുന്ന ഷെയ്ഡ് ഇടുക. ഓക്കെ, ഇട്ടതിന് ശേഷം ട്രാൻസ്ലൂഷൻ പൗഡർ ഉണ്ടെന്ന് ഫേസ് ഫുള്ളായിട്ട് കൊടുക്കുക. ട്രാൻസ്ലൂഷൻ പൗഡർ കൊണ്ട് ഫേസ് ഫുള്ളായിട്ട് ഈ പൗഡറും എല്ലാവർക്കും ഒരുപോലെ അങ്ങനെയുള്ള 3 ഷെയ്ഡ്സ്. ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ്. അത് അതിന്റെ താഴെ എന്താണോ പ്രോഡക്റ്റ് ഇട്ടിരിക്കുന്നത് അത് കാണാൻ വേണ്ടിയിട്ടാണ് മുകളിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ്. അപ്പോൾ ഞാനിപ്പോൾ തുടക്കം മുതൽ ഫൈനൽ വരെയും ട്രാൻസ്പെറൻറ്റ് പൗഡർ തന്നെയാണ് പറയുന്നത്. ഞാൻ അധികം ഫിക്സിംഗ് പൗഡർ യൂസ് ചെയ്യാറുണ്ട്, കോമ്പാക്ട് അധികം യൂസ് ചെയ്യാറുണ്ട്. കോമ്പാക്ട് അധികം യൂസ് ചെയ്യുന്നത് ഓയിലി സ്കിന്നർക്ക് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. കോമ്പാക്ട് എന്ന് പറയുന്ന ഒരു പൗഡർ ഫൗണ്ടേഷനാണ്. കോമ്പാക്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണോ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് ആ സെയിം കോമ്പാക്ട് യൂസ് ചെയ്യണം, അതേ നമ്പർ തന്നെ കോമ്പാക്ട് യൂസ് ചെയ്യണം. അല്ലാതെ ആകെ ഒരു 10 ഫൗണ്ടേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടാവും, ഒരു കോമ്പാക്ട് ഉണ്ടാവും. ഇത് നിങ്ങൾ എല്ലാവർക്കും അടിച്ചു കൊടുക്കും. ശരിക്കും തെറ്റാണ് ചെയ്യുന്നത്. ആ ചെയ്യുന്നത് എന്താ, ഈ ഒരു ഫൗണ്ടേഷൻ ഇട്ടു അതിൻ്റെ മുകളിൽ വേറെ ഫൗണ്ടേഷൻ വരുന്നത് വേറെ ഷെയ്ഡാണ്. പിന്നെ നമുക്ക് ടോൺ അറിയില്ല, നമ്മൾ ആ ക്ലൈൻറ്റിന് ഏതാണോ ടോൺ ഇട്ടിരിക്കുന്നത് അത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ട്രാൻസ്ലൂഷൻ പൗഡർ വേറെ. ഓക്കെ, ഇതിന്റെ 3 ഷെയ്ഡ് കോമൺ ആയിട്ട് യെല്ലോ ആണ്, മിക്കവാറും യെല്ലോ വരുന്നത്. പിന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ ഒരു ടോൺ യെല്ലോ ടോണാണ്, ജിക്കാർക്കധികം യെല്ലോ ടോൺ തന്നെയല്ലേ, അങ്ങനെ എടുത്താൽ മതി. കൊടുക്കുമ്പോഴേക്കും ഒരു നല്ല ബ്രൈറ്റ്നസ് ഫീൽ അതെ, ചെയ്യാം. ജസ്റ്റ് ഒന്ന് എല്ലാ ഫേസ് ഫുൾ എല്ലാവിടെയും ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം, പൗഡർ കൊണ്ടൊന്ന് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഏകദേശം നമുക്ക് ബ്രൈഡിൻ്റെ ലുക്ക് വന്നു കഴിഞ്ഞു. ഇനി കോണ്ടോറിങ് ചെയ്യേണ്ടത് ഡിഫറെൻറ്റ് ഫേസ്. ഇപ്പോൾ ലോങ് ഫേസ്, റൗണ്ട് ഫേസ് അവർക്ക് ചേരുന്ന രീതിയിൽ തന്നെ അത് പഠിച്ച് വേണം ചെയ്യാൻ. ഒരു ലോങ് ഫേസുകാർക്കാണ് നമുക്കിപ്പോൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് എവിടേക്കാണ് കട്ട് ചെയ്യേണ്ടത്? നെറ്റിയും ഈ ഭാഗം അല്ലേ. ലോങ് ഫേസ് ഒന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കിയേ, ഇതിങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും അല്ലേ. ഇവിടെ ഒരു എൽ ഷേപ്പ്, ഇവിടെ ഒരു എൽ ഷേപ്പിലായിരിക്കും വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ഇയറിൻ്റെ ഈ ലാസ്റ്റ് ഭാഗമുണ്ടല്ലോ, എൻ്റെ ഭാഗം അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. താടിയുടെ ഭാഗം ഈ ഇങ്ങനെ ബോക്സ് ആയിട്ട് വരുന്നത് അതിനെ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. താഴെ നിന്ന് ചെവിയുടെ ഈ കോർണറാണോ അല്ലെ ചെവിയുടെ അവസാനിക്കുന്ന ഭാഗം, അവസാനിക്കുന്ന ചെവി ലാസ്റ്റ് അതിൽ നിന്ന് ഇങ്ങനെ ഈ താടി ഈ ഭാഗമൊക്കെ കട്ട് ചെയ്യണം. ഇങ്ങനെയാണ് കട്ട് ചെയ്ത് ഈ എൻ്റെ വരയ്ക്ക് കൊണ്ട് നിർത്തും. താരയുടെ കുറച്ച് മേലെ അതെ, എന്നിട്ട് താഴോട്ട് ബ്ലെൻഡ് ചെയ്യും. ഓക്കെ, ഒരു സി പോലെ ഇങ്ങനെ സി സെക്ഷനായിട്ട് നമ്മൾ കട്ട് ചെയ്യും. മുകളിലേക്ക് വരുന്നത്, നെറ്റിയുടെ മുകളിലേക്ക് വരുന്നത് ലോങ് ചെവിയുടെ താഴെ നിന്ന് താടി വരെ ഫേസിന്റെ നെറ്റിയുടെ മുകളിൽ വൈഡ് എ ഈ ബോൺ വരയ്ക്ക് കൊണ്ടുവരണം കേട്ടോ. വൈഡ് എ കൊണ്ടുവന്ന് ഈ ബോൺ വരയ്ക്ക് കൊണ്ടുവരണം. എന്നിട്ട് ബാക്കിലോട്ട് ബ്ലെൻഡ് ചെയ്യും. ഏത് ഭാഗമാണ് നമുക്ക് ഹൈഡ് ചെയ്യേണ്ടത് ആ ഭാഗത്തോട്ട് ബ്ലെൻഡ് ചെയ്യാം. ഹൈഡ് ആവേണ്ടത് എവിടെയാ? ഈ ഭാഗം, അതുപോലെ ഈ ഭാഗം. അപ്പൊ എവിടേക്കാണോ വരേണ്ടത് ആ ഭാഗത്ത് ബ്ലെൻഡ് ചെയ്യാം. നെറ്റിയുടെ വൈഡ് എ എന്നുള്ള രീതിയിൽ കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിനു ശേഷം ബാക്കിലോട്ട് ബ്ലെൻഡ് ചെയ്യും. ഇത് ഇവിടെ പറഞ്ഞു പോകും. ഓക്കെ, പ്രഷർ പോയിന്റിന്റെ അവിടെ നിന്നാണ് പ്രഷർ പോയിന്റ്. ഐബ്രോന്റെ എൻഡ് വന്ന് അവസാനിക്കുന്ന ആ ഭാഗത്ത് വന്ന് നിർത്തിയത്. ബാക്കിലോട്ട് ബ്ലെൻഡ് ചെയ്യാം. നല്ല രീതിയിൽ ബാക്കിലോട്ട് ബ്ലെൻഡ് ചെയ്യാം. ഇങ്ങനെയാണല്ലോ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ബാക്കിലോട്ട് ബ്ലെൻഡ് ചെയ്യാം. ഇങ്ങനെ വരച്ചപ്പോൾ താഴോട്ട് ഏത് ഭാഗമാണ് നമുക്ക് ഹൈഡ് ചെയ്യേണ്ടത് ആ ഭാഗമാണ് ബ്ലെൻഡിങ് കൊണ്ടുണ്ടായത്. ഇപ്പൊ
അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ കട്ട് ഉണ്ടാട്ടോ, ഇവിടെ കട്ടിങ് വരണം. ഇപ്പൊ ലോങ് ഫേസ് ആണ്, ഇവിടേക്ക് ഒന്നും ഉണ്ടാവില്ല, കട്ടി കുറഞ്ഞിട്ട് തന്നെയാണ്. മീൻസ് അപ്പൊ ഇവിടെ ഒരു ഷേപ്പ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ നീളം പോകും. അപ്പൊ ഇവിടെയും മാത്രം ഒന്ന് കട്ടി. അപ്പൊ ഒരു കുഞ്ഞ് ഫേസ് ആയിട്ട് നമുക്ക് കാണിക്കണം, കുറച്ച് കുറവായിട്ട് തോന്നണം, അത്രേ ഉള്ളൂ. ഇവിടെ കട്ട് ചെയ്യാറില്ല, ഞാൻ ചെയ്യാറില്ല സാധാരണ. ഞാൻ ഇവിടെ ജോലൈൻ മാത്രം ഞാൻ കട്ട് ചെയ്യും. ജോലൈൻ കട്ട് ചെയ്യും, അതുപോലെ നെറ്റിയുടെ ഭാഗം കട്ട് ചെയ്യും, നോസും കട്ട് ചെയ്യും. ഈ ഭാഗത്ത് നമുക്ക് വരുന്ന ഭാഗം കട്ട് ചെയ്യില്ല. ഇതാണ് ശരിക്കും കോണ്ടോറിന്റെ ആദ്യത്തെ ഭാഗം, അവിടെ ഞാൻ കട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നോസ്. ഐബ്രോ ഒട്ടും ഇല്ലാത്തവർക്ക്, സോറി നോസ് ഒട്ടും ഇല്ലാത്ത പതിഞ്ഞ് കിടക്കുന്നവർക്ക്, അപ്പൊ ഐബ്രോന്റെ ഈ തുടക്കം മുതൽ എൻഡ് വരെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഐബ്രോന്റെ തുടക്കം മുതൽ ഈ അറ്റം വരയ്ക്ക് കൊണ്ടുവരും. കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങനെ ഇവിടെ ഒരു ഭാഗം ഉണ്ടല്ലോ സൈഡ്, ആ സൈഡിലേക്ക് ആ കോണ്ടോറിങ് കൊണ്ടുവന്ന് നിർത്തണം. അപ്പം പതിഞ്ഞ മുക്ക് ഒട്ടും ഈ ബ്രിഡ്ജുമില്ല ഒന്നും ഇല്ലാത്തവർക്ക് ഐബ്രോന്റെ തുടക്കം മുതൽ എൻഡ് വരയ്ക്ക് കൊണ്ടുവന്ന് നിർത്തുക. നിർത്തിയതിന് ശേഷം ഈ ഒരു സൈഡോടെ കൊണ്ടുവന്ന് ചെയ്യുക. എന്നിട്ട് ബാക്കിലോട്ട് ബ്ലെൻഡ് ചെയ്യുക. ഇവിടെ നിന്ന് താഴോട്ടും ഇവിടെ നിന്ന് ബാക്കിലോട്ടും കൊണ്ട് നിർത്തുന്നത് കാണിച്ചു മേഡം. ജസ്റ്റ് ഇവിടെ നിന്ന് തുടക്കം കൊണ്ടുവന്നു, ഇവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു, ഇവിടെ നിന്ന് ഷാർപ്പായിട്ട് നിർത്തി അവസാനിപ്പിച്ചു. എന്നിട്ട് ഇതിന്റെ ബാക്ക് ആ ഷേപ്പ് എന്നിട്ട് ബാക്കിലോട്ട് ബ്ലെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഭാഗം ഷേപ്പായിട്ട് അറിയും, ഇവിടെ അറിയും. അപ്പം നോസ് ഒന്ന് കുറച്ചൊന്ന് പ്രൊജക്ട് ചെയ്ത് കാണിക്കും. ഇത് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരല്പം കോണ്ടോറിങ് ഇടുക, എന്നിട്ട് ബാക്കിലോട്ട് ബ്ലെൻഡ് ചെയ്യുക. ബാക്കിലോട്ട്